കൂട്ടുകാർക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നല്ല നാടൻ പരൽമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാവേ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന കൂട്ടുകാർ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മീനെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ നല്ലൊരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാവേ. നമുക്ക് വറക്കാനാണ് കേട്ടോ, ഫ്രൈ ചെയ്യാനാണ്. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പെരിഞ്ചീരകം, 2-3 കാന്താരി, ചെറിയ ഉള്ളി, കറിവേപ്പില. അപ്പോൾ ഇത്രയും സാധനം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു മസാലയിലാണ് കേട്ടോ നമ്മളിന്ന് പരൽമീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു നാടൻ മസാലയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ പാകത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണേ. നമ്മൾ കുരുമുളകും പിന്നെ കാന്താരിമുളകൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ വീണ്ടും ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതാ കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാവേ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതാ അരച്ചെടുത്ത ആ പേസ്റ്റിനകത്തേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീനിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കാം കേട്ടോ. ഈ ഒരു മസാലയിൽ നമ്മുടെ പരൽമീൻ നാടൻ മീനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വറുത്ത് കഴിയുമ്പോഴത്തേക്കിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് മുന്നിൽ നിൽക്കും കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഈ പരൽമീൻ നാടൻ മീനൊക്കെ കിട്ടുമ്പോൾ ഫ്രൈ ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനെ അല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണേ. അപ്പോൾ ഇതാ മീനിൽ എല്ലാം ഇങ്ങനെ മസാലയൊക്കെ തേച്ച് നന്നായിട്ട് പിടിപ്പിച്ച് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴേക്കും മീനിനകത്ത് എല്ലാം മസാലയെല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കുവേ. അപ്പോൾ ഇതാ അങ്ങനെ മസാലയൊക്കെ തേച്ച് നമുക്ക് അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനി നമുക്കിതാ ഒരു പാനെടുപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മീൻ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ മീനൊക്കെ ഇതാ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമ്മളിതാ മീൻ ഫ്രൈ ചെയ്തെടുക്കുവാണേ. ഈ നാടൻ മീനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നന്നായിട്ട് ഫ്രൈ ചെയ്ത് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്യുമ്പോഴായിരിക്കും, നല്ല മൊരിഞ്ഞ് വരുമ്പോഴായിരിക്കും നാടൻ മീനൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് കൂടുതൽ. എനിക്കങ്ങനെയാണ് കേട്ടോ തോന്നിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ ഒരു സൈഡൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ നന്നായിട്ട് മൊരിയിച്ചെടുക്കുക കേട്ടോ. നല്ല ക്രിസ്പിയായിട്ട് കിട്ടുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അങ്ങനെ ഇതാ മീൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോയിലൂടെ വീണ്ടും കാണാം.